ഇസ്രായേൽ ഇസ്രായേലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് മുതൽ നൈൽ നദി വരെ വിസ്തൃതിയുള്ള ഇസ്രായേൽ, ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളത് ഈ സയണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷണൽ ഒബ്ജക്റ്റീവാണ്. അത് പല സന്ദർഭങ്ങളിലായിട്ട്, ഇപ്പോൾ അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് അവർ പറയാറില്ലെങ്കിലും പല സന്ദർഭങ്ങളായിട്ട് അത് പുറത്തേക്ക് വരാറുണ്ട്. ഈവൻ നെതന്യാഹുലിയുടെ അതേക്കുറിച്ച് ചോദിച്ചപ്പം ദാറ്റ്സ് ഫൈൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന്. അപ്പോൾ അതിനെന്ത് വേണം? ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാകണമെങ്കിൽ അവർക്ക് ആ മേഖലയിൽ അവരെ എതിരിടാൻ ശേഷിയുള്ള എല്ലാവരെയും നിഷ്പ്രഭമാക്കണം, ഇല്ലാതാക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ഇറാഖ് ആ നിലക്ക് ഇസ്രായേലിനോട് എതിരിടാൻ ശേഷിയുള്ളൊരു രാജ്യമായിരുന്നു. അതിനെ 91 തകർത്തു. നമുക്കറിയാം, അത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നു. വലിയ തോതിൽ ലോകതലത്തിൽ അത് ക്യാമ്പയിൻ നടക്കുന്നു. കോളിൻ പവൽ എന്ന് പറയുന്ന അന്നത്തെ US-ൻ്റെ സെക്രട്ടറി തന്നെ ഈ ഐക്യരാഷ്ട്രസഭയിൽ ഒരു വയലുമായിട്ടൊരു ചെറിയ കുപ്പിയുമായിട്ട് വരികയാണ്. അതിനകത്ത് ഈ ഇറാഖിൻ്റെ രാസായുധത്തിൻ്റെ സാമ്പിളാണിതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് മനസ്സിലായത് അത് നുണയായിരുന്നു, സമ്പൂർണ്ണമായ നുണയായിരുന്നു. ഈ WMD എന്ന് പറയുന്നത്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നുണയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെയാണ് വലിയ തോതിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ബ്രിട്ടനിലുണ്ടായപ്പോൾ ബ്രിട്ടൻകാർ ഈ യുദ്ധത്തിൽ പങ്കാളിയായിട്ടുള്ള അവരുടെ അന്ന് ടോണി ബ്ലെയറിനെ വിളിച്ചത് ടോണി ലയർ എന്നാണ്. ടോണി ലയർ എന്ന ഒരു പേര് തന്നെ ടോണി ബ്ലെയറിന് വരാൻ കാരണം ഈ WMDയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നൊരു കക്ഷി പുള്ളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിച്ച് ഇറാഖിനെ തകർത്തു. അത് ഇസ്രായേലിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1991 ഈ ഇറാഖിനെ ആക്രമിക്കാൻ അങ്ങനെ ഒരു ആഖ്യാന നിർമ്മിതിയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ ആക്രമിക്കാൻ അങ്ങനെ ഒരു ആഖ്യാന നിർമ്മിതിയുടെ ആവശ്യം പോലും ഇല്ല. നമുക്ക് നേരെ അങ്ങ് പോയി ആക്രമിച്ചേക്കാം. അതുതന്നെ നമ്മളറിയണം, ഇറാനുമായി അമേരിക്ക ഒരു ഡിസ്കഷൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പം ധാർമ്മികമായോ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ നിയമപരമായോ എന്തെങ്കിലും ഒരു പിൻബലമുള്ള ഒരു സംഗതിയല്ല, തീർത്തും ഏകപക്ഷീയമായ ഒരു ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്വ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു കുടിലമായ ചെയ്തി എന്നതിലപ്പുറം ഒരു വ്യാഖ്യാനം ഇതിനകത്തില്ല. പക്ഷെ അവരുടെ പ്രതീക്ഷ ഇത് നടക്കും, തങ്ങളുടെ ലക്ഷ്യങ്ങൾ വിജയിക്കുമെന്നായിരുന്നു. അത് ഫസ്റ്റ് ഡേ തന്നെ അവർ ഇറാനിയൻ ലീഡർഷിപ്പിനെയാണ് ഇല്ലാതാക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പ് മിലിറ്ററി ലീഡർഷിപ്പ്, ടോപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് ഇല്ലാതാകുകയാണ് ചെയ്തത് ഫെബ്രുവരി 28 ഒരു അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ. പക്ഷേ ഇറാൻ തൊട്ടടുത്ത ദിവസം 6 രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് ഒരു പക്ഷേ ലോകചരിത്രത്തിൽ അപൂർവമായൊരു സംഭവമാണ്. ഒരു രാജ്യം ഒരൊറ്റ ദിവസം 6 രാജ്യങ്ങളെ ഒന്നിച്ചാക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും ഇറാനും ബോധ്യമുണ്ടായിരുന്നത് തങ്ങൾ ആക്രമിക്കപ്പെടും. അതുകൊണ്ട് ആ ഒരു മിലിറ്ററി റെഡിനെസ് അതിൻ്റെ പൂർണ്ണതയിൽ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഫിംഗർ ഓൺ ദ ട്രിഗർ എന്ന് പറയുന്നത് പോലെ കാഞ്ചിയിൽ വിരൽ വെച്ച് തന്നെ ഇരിക്കുമായിരുന്നു അവർ. ദ മൊമെൻറ്റ് ദേ അറ്റാക്ട് ദേ സ്റ്റാർട്ടഡ് റിട്ടാലിയേഷൻ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അവരും ആ നിലക്ക് എക്യുപ്ഡ് ആയിരുന്നു, സജ്ജരായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിലിറ്ററി ഹാർഡ്വെയർ എന്ന് പറയുന്നത്, മിലിറ്ററി സോഫ്റ്റ്വെയറും ഈ ഇസ്രായേലിനെ അമേരിക്ക തമ്മിൽ കമ്പാരിസണേ ഇല്ല. ഇറാൻ എത്രയോ പിറകിലാണ്, പ്രത്യേകിച്ച് എയർ സുപ്പീരിയോറിറ്റിയുടെ കാര്യത്തിൽ, എയർ ഡിഫൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ ടാർഗറ്റുകൾ ഒരുപാട് ആക്രമിക്കാൻ ഇറാനിയൻ ലീഡർഷിപ്പിൽ ഒത്തിരി ആളുകളെ കൊന്നുകളയാൻ പറ്റി. പക്ഷേ ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്ന കാര്യം അതിപ്പോഴും, അല്ലെങ്കിൽ ഇറാൻ്റെ മിലിറ്ററി സ്റ്റോക്ക് പൈൽസ് അത് ഏതെങ്കിലും നിലക്ക് അത് ബാധിച്ചിട്ടില്ല. നോക്കൂ, ഈ യുദ്ധത്തിൽ ഈ പറയുന്ന ഒരു കമ്പാരിസൺ, ഒരു നിലക്കുള്ള താരതമ്യവും, ആയുധങ്ങളുടെ കാര്യത്തിൽ, ശക്തിയുടെ കാര്യത്തിൽ ഒരു താരതമ്യവും ഇല്ലാതിരിക്കുമ്പോഴും ഇറാൻ പിടിച്ചു നിന്നു മാത്രമല്ല, ആ യുദ്ധത്തെ ഒരു മേഖലാ യുദ്ധമോ അല്ലെങ്കിൽ ഒരു ലോകയുദ്ധമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു. അവർ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ട്, ഇഫ് വി സിങ്ക് എവരിബഡി വിൽ സിങ്ക് എന്നുള്ളതാണ്. ഞങ്ങൾ മാത്രമായിട്ട് മുങ്ങാൻ പോകുന്നില്ല, ഞങ്ങൾ മാത്രമായിട്ട് തകരാൻ പോകുന്നില്ല എന്നൊരു ഡോക്ടറാണ് അവർ ഉപയോഗിച്ചത്. ആ കാര്യത്തിൽ അവർ വിജയിച്ചു. പിന്നെ അത് ഒരു മിലിറ്ററി ബാറ്റിൽ എന്നതിൽ നിന്ന് അതൊരു എക്കണോമിക് ബാറ്റിലാക്കി അവരത് മാറ്റി. അത് ലോകത്തിന് മുഴുവൻ തലവേദനയായി മാറിയ ഒരു ബാറ്റിലാക്കി അവർ മാറ്റി. ആ നിലയിൽ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻസ് ആരാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും ഇറാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2-3 പൊളിറ്റിക്കൽ ഫാൾ ഔട്ട്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ
ഏറ്റവും സുശക്തമായ ഒരു മിലിറ്ററി അലയൻസ് എന്ന് പറയുന്നതാണ് നാറ്റോ. എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് രൂപപ്പെട്ട ഒരു പലതരം ട്രാൻസ്നാഷണൽ ബ്ലോക്കുകളുണ്ട്. അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ട്രാൻസ്നാഷണൽ ബ്ലോക്കാണ് നാറ്റോ എന്ന് പറയുന്നത്. ആ സംവിധാനം ഒരു ഡിവൈഡഡ് ഹൗസായി മാറി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫാൾ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനൊരു അനുഭവം നാറ്റോയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യരാഷ്ട്രത്തിൻ്റെ തലവൻ പറയുകയാണ്, ഞങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി പറയുകയാണ്, യുക്രൈനിയൻ വാർ എന്നുള്ളത് ഞങ്ങളുടെ യുദ്ധമായിരുന്നില്ല, എന്നിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ഒത്തിരി സ്പെൻഡ് ചെയ്തു, ഒത്തിരി പണിയെടുത്തു. പക്ഷേ ഞങ്ങളുടെ ഒരു യുദ്ധം വന്നപ്പോൾ നിങ്ങളാരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് പറയുന്നത്. ഞങ്ങളീ പണിക്കില്ല കേട്ടോ എന്ന് നാറ്റോയിലെ പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങളെല്ലാം അവർ പറഞ്ഞു. എത്രത്തോളം വെച്ചാൽ ഫ്രാൻസിലുണ്ടായിരുന്ന നാറ്റോയുടെ നാറ്റോയുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇറാഖിലുണ്ടായിരുന്ന ഫ്രഞ്ച് പട്ടാളക്കാർ അവരെന്ത് ചെയ്തു, പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റാണ്. ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മിലിറ്ററി ബ്ലോക്ക് എന്നത് ഒരു ഡിവൈഡഡ് ഹൗസായി മാറി. അതിനകത്ത് ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായി. അപ്പോൾ റെജീം ചേഞ്ച്, ഇറാനിലെ റെജീം ചേഞ്ച് ഉദ്ദേശിച്ച് തുടങ്ങിയ യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് നാറ്റോ ആണ്. പിന്നെ അമേരിക്കയിലുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡിവൈഡ്, ഇത് വളരെ പ്രധാനമാണ്. അമേരിക്കൻ സൊസൈറ്റിയിലെ അതിൻ്റെ ഒരു തിങ്കിങ് പാറ്റേണെ അതിനകത്ത് വലിയ വിസ്ഫോടനം സൃഷ്ടിച്ച പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു ഗസ ജിനോസൈഡ് എന്ന് പറയുന്നത്. ഗസയിൽ നടന്ന ആക്രമണമാണ് ഒരുപക്ഷെ അമേരിക്കൻ സമൂഹത്തിൽ അടുത്ത കാലത്തായി ആ സമൂഹത്തെ നെടുകെ പിളർത്തിയ ഒരു സംഗതി എന്ന് പറയുന്നത്. ഈദർ വിത്ത് പാലസ്റ്റൈൻ ഓർ നോട്ട് എന്ന് പറയുന്ന സ്വഭാവത്തിൽ ആ സമൂഹം പിളരുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ പുതിയ തലമുറ പലസ്റ്റൈനോടൊപ്പം ഗസയോടൊപ്പം നിൽക്കുകയും ഓൾഡ് ഗാഡ്സ് എന്ന് പറയുന്ന കാരണവന്മാരുടെ കൂട്ടം ഈ പറയുന്ന പ്രോ എസ്റ്റാബ്ലിഷ്മെൻ്റായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹികമായ വിഭജനം അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ഇലക്ഷൻ നടക്കുന്നു. ന്യൂയോർക്ക് ഇലക്ഷൻ മാത്രമല്ല, ഒരുപാട് മേയർ ഇലക്ഷൻ നടക്കുന്നു. ഒരിക്കലുമില്ലാത്ത വിധം ആൻറ്റി ഇസ്രായേൽ പൊസിഷൻ എടുത്ത ആളുകൾ മേയറൽ കാൻഡിഡേറ്റായിട്ട് വരുന്നു, വിജയിക്കുന്നു. അതിൽ തന്നെ ന്യൂയോർക്കിലെ ഇലക്ഷൻ വളരെ പ്രധാനമാകുന്നു. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റിക്കകത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. അതിൻ്റെ ഒരു തുടർച്ച ഇറാൻ്റെ ഇത് കാര്യത്തിൽ കാണാൻ പറ്റും. അതിലെവിടെയെന്ന് വെച്ചാൽ അമേരിക്കൻ സൊസൈറ്റിയിലുണ്ടായിരുന്ന ആ പിളർപ്പ് അമേരിക്കൻ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് വളരുന്നതാണ് നമ്മൾ കാണുന്നത്. JD വാൻസ് ഒരു പക്ഷത്താണ്, ട്രംപ് മറുപക്ഷത്താണ്. ഈ പറയുന്ന റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ, മാഗ ക്യാമ്പിൽ ഇറാൻ വിഷയത്തിൽ ദാറ്റ്സ് എഗൻ ഒരു ഡിവൈഡഡ് ഹൗസായി മാറി. അപ്പോൾ ആ നിലയ്ക്ക് മിഡിൽ ഈസ്റ്റിനപ്പുറത്തേക്ക്, ഇറാൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഈ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് രാഷ്ട്രീയമായി, നയതന്ത്രപരമായി, സാമ്പത്തികമായി ഇറാനാണ് വിജയിച്ചിരിക്കുന്നതെന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റും. പക്ഷേ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ മിലിറ്ററി കേപ്പബിലിറ്റീസിലുള്ള ഇവരുടെ ദൗർബല്യം സ്വാഭാവികമായിട്ടും അവർക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നുണ്ട്, വലിയ തോതിലുള്ള ഡാമേജുകൾ ഉണ്ടാകുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും വളരെ ശക്തമായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ മെറീനുകൾ, ഈ ആയിരക്കണക്കിന് മെറീൻസ് എന്ന് വെച്ചാൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ ഫോഴ്സാണ് അവർ. മോസ്റ്റ് ട്രെയിൻഡ് ഗൈസ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവർ ഈ പ്രദേശത്തേക്ക് വരുന്നു, കരയുദ്ധം ആരംഭിക്കും, കാർക്ക് ദ്വീപ് പിടിച്ചടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാകും. ഒന്നാമത് ഈ പറയുന്ന മനുഷ്യൻ്റെ പ്ലാൻ എന്താണെന്ന് കുറിച്ച് ആളുകൾക്കൊരു ധാരണ ഉണ്ടാകും. ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞ് നേർവിരുദ്ധമായ കാര്യമാണ്. ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ പുള്ളി ആ പ്ലെയിനിൽ മാധ്യമങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ, ഫ്ലൈറ്റിൽ മാധ്യമങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എന്താ പറഞ്ഞത്, ഇത് കാർക്ക് പിടിക്കാൻ പോവാണ്, അവിടുത്തെ ഓയിൽ നമ്മൾ എടുക്കാൻ പോവാണ്, വെനേസുവേലയിൽ ചെയ്ത പോലെ ചെയ്യാൻ പോവാണ്. പക്ഷേ അതേ ബൈറ്റിൻ്റെ അവസാനത്തിൽ എന്താ പറയുന്നത്, അവരുമായിട്ട് അടിപൊളി ചർച്ചകൾ നടക്കുന്നുണ്ട്, നല്ല അടിപൊളി ഇതാണ് അവർ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പോസിറ്റീവാണെന്നും ഇങ്ങേര് തന്നെ പറയുകയാണ്. അപ്പോൾ എന്താണ് ഇങ്ങേരുടെ ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം സംസാരിക്കുമ്പോൾ കോമണായി വന്നൊരു പോയിൻ്റ് ഉണ്ട്. എന്താണ് പോയിൻ്റ് ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട്, കോൺസെപ്റ്റ് ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി മുന്നോട്ട് വെച്ചൊരു ആശയം വെനസ്വേലയാണ്. അപ്പോൾ വെനസ്വേലയിലെ കോൺസെപ്റ്റ് എന്താണ്? വെനസ്വേലയിൽ പുള്ളി റെജീം ചേഞ്ച്, ഹെലികോപ്റ്റർ വിട്ട് ആളെ പൊക്കി റെജീം ചേഞ്ച് കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ പുതിയ റെജീം എന്താ ചെയ്യുന്നത്, അവർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ എണ്ണ ശേഖരം മുഴുവൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് പോയിൻ്റ് ഓഫ് പ്രൂഫ്, കോൺസെപ്റ്റ് ഓഫ് പ്രൂഫായിട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമാനമായൊരു കാര്യം നമുക്ക് ഇറാൻ എന്ത് പറയണം, ഞങ്ങളുടെ എണ്ണ നിങ്ങൾ എടുത്തോളൂ. ഇന്നിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, എത്രയോ കിലോ എൻറിച്ച്ഡ് യുറേനിയം, 450 കിലോ എൻറിച്ച്ഡ് യുറേനിയം അമേരിക്ക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം അവസാനിപ്പിക്കാം. അപ്പോൾ ആ നിലക്കുള്ള ചില
ആശയങ്ങൾ പുള്ളിയുടെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. ആ ഇറാനിയൻ ഓയിൽ അതിൻ്റെ നിയന്ത്രണാധികാരം അമേരിക്ക കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. വെനസ്വേലയല്ല ഇറാൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന പ്രവചിക്കപ്പെടുന്ന സ്വഭാവത്തിൽ ഒരു കരയാക്രമണത്തിലൂടെ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് നമ്മൾ കണ്ടതിനേക്കാൾ അനുഭവിച്ചതിനേക്കാൾ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക.